ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം ആമോസ് പ്രവാചകന്റെ പുസ്തകം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11 അധ്യായം 20 വാക്യം. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. യേശുവിനെ എപ്പോഴും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തിരുന്ന ഒരു ഭവനമായിരുന്നു മാർത്തയുടേത്. അവിവാഹിതരുടെ കുടുംബവുമായിരുന്നു ഈ ഭവനം. പ്രഭുവേ അഥവാ യജമാനത്തി എന്നർത്ഥം വരുന്ന അരാമ്യ നാമത്തിൽ നിന്നാണ് മാർത്ത എന്ന യവനായ നാമം ഉണ്ടായത്. ഗൃഹകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് വിശുദ്ധ ലൂക്കോസ് മാർത്തയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ സഹോദരിമാരിൽ മൂത്തയാൾ ആയിരുന്നിരിക്കണം മാർത്ത. മാതാപിതാക്കളില്ലാത്ത ഭവനമായതിനാൽ തന്നെ ഭവനത്തിലെ ഉത്തരവാദിത്വങ്ങൾക്ക് മുൻകൈ എടുക്കേണ്ട ചുമതല എപ്പോഴും മാർത്തയ്ക്കായിരുന്നു. എന്നാൽ തന്റെ ചുമതലകൾ വളരെ തന്മയത്വത്തോടുകൂടി മാർത്ത ചെയ്യുകയും ചെയ്തിരുന്നു. മാർത്തയിൽ വിളങ്ങിയ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് തൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന മാർത്ത. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുന്ന ഒരു വ്യക്തിയായിരുന്നു മാർത്ത. മനസ്സിൽ വെച്ച് പെരുമാറുക, അത് പിന്നത്തേക്ക് മാറ്റിവെക്കുക, അതൊരു നല്ല ഗുണമായിരുന്നില്ല. ഇവിടെ തൻ്റെ ജോലി ഭാരം കൂടിയപ്പോൾ അത് പങ്കുവെക്കുന്ന മാർത്തയെ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ഭാരിച്ചതായ ഉത്തരവാദിത്തങ്ങളിൽ തൻ്റെ സഹോദരങ്ങൾക്ക് കൂടി അത് പങ്കുവെച്ചു കൊടുത്തിരുന്നു എങ്കിൽ മാർത്തയ്ക്ക് തൻ്റെ ക്ലേശം കുറയ്ക്കാമായിരുന്നു. അതിൽ മാർത്ത പരാജയപ്പെട്ടു പോകുന്നു. മാത്രമല്ല, ലാസർ മരിച്ചതറിഞ്ഞ് ആ ഭവനത്തിലേക്ക് എത്തുന്ന യേശുവിനെ എതിരേറ്റു വരുന്നത് മാർത്തയാണ്. അവിടെയും മാർത്ത ഇപ്രകാരം പറയുന്നു: നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന്. നീ ഞങ്ങളുടെ ഭവനത്തിലെ അതിഥി മാത്രമല്ലായിരുന്നു, ഭവന അംഗമായിരുന്നു എന്ന് മാർത്ത ഇതിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞങ്ങളുടെ വേദനിക്കുന്ന സമയങ്ങളിൽ നിന്റെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിച്ചു എന്നും നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ തുടർന്ന് കല്ലറയിലെത്തിയ യേശു കല്ലു നീക്കുവിൻ എന്ന് പറയുമ്പോഴും മറിയയുടെ അഭിപ്രായം വരുന്നു: കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറയുന്നു. അതുവരെയുള്ള തൻ്റെ ജീവിതത്തിൽ യേശുവിനെ അവൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ ഭവനത്തിലെ മുതിർന്ന വ്യക്തി എന്ന നിലയിൽ എവിടെയും തൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട്, ഗുരുവിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന മാർത്ത. സ്വാതന്ത്ര്യമായി ഇടപഴകാവുന്നതും വിശാലവുമായ ഒരു ഭവനമായിരുന്നിരിക്കണം മാർത്തയുടെയും മറിയയുടെയും ഭവനം. അതിനാൽ തന്നെ യേശുവും തൻ്റെ ശിഷ്യന്മാരും ആ വീട്ടിലെ സന്ദർശകർ ആയിരുന്നു. എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അവരെ സൽക്കരിക്കുവാനും മാർത്ത ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ സഹോദരിയെപ്പോലെ ആത്മാർത്ഥമായിരുന്ന വചനം കേൾക്കുവാൻ മാർത്ത ശ്രദ്ധിച്ചിരുന്നില്ല എങ്കിലും താൻ കേൾക്കുന്നത് ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു. അതിനാൽ തന്നെ തൻ്റെ സഹോദരൻ്റെ വിയോഗത്തെ തുടർന്ന് ഭവനത്തിലേക്ക് എത്തുന്ന യേശുവിനോട് മാർത്ത ഇപ്രകാരം പറയുന്നു: ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന്. അതിനുശേഷം മറിയ ഇരുന്നിടത്ത് പോയിട്ട് പറയുന്നുണ്ട്: ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന്. ഇവിടെ മാർത്തയ്ക്ക് ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരുടെ എല്ലാ സാഹചര്യങ്ങളിലും യേശു കർത്താവിനെ അവർ ചേർത്ത് നിർത്തിയതിനാൽ അവരുടെ വേദനയുടെ അനുഭവത്തിലും ക്രിസ്തു അവരോടൊപ്പമുണ്ട്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം സുഖകരമായ ഒരു ജീവിതം മാത്രമല്ല, മറിച്ച് അത് സുഖ-ദുഃഖ സമ്മിശ്രമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തെയും അതിജീവിക്കുവാൻ ദൈവിക സാന്നിധ്യം നമ്മളെ സഹായിക്കും. അതിനാൽ മാർത്തയെപ്പോലെ ഈ ഗുരുവിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുന്നവരായി തീരുവാൻ നമുക്കൊരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും തുറന്നു പറയുവാനുള്ള മനസ്സൊരുക്കത്തെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചേർന്നിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ഏത് അനുഭവത്തിൻ്റെ മധ്യത്തിലും നീ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ വിശ്വാസത്തോടെ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.